അപ്പൊ പത്മശ്രീ എന്നാ ഇനി ബോംബെക്ക് മടങ്ങിപ്പോണേ? പോകണം. പക്ഷെ അതിനു മുൻപ് ഇവിടെ ചില ഇഷ്യൂസ് ക്ലിയർ ആവാനുണ്ട്. ചിന്നേട്ട, ഇപ്പൊ എന്താ ഞാൻ അവരോട് പറയാ? നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്ക്. ഹലോ, ആ ചിന്നേട്ട. പാവം. എന്ത്? ഇവിടെയുള്ള അവളുടെ തറവാടിന്റെ ഒരു പ്രശ്ന. അവളുടെ അമ്മയുടെ ചേട്ടന്റെയും ചേച്ചിയുടെയും മക്കൾക്കത് വിറ്റ് അവരുടെ ഷെയർ വേണം. ബാംഗ്ലൂരിൽ നിന്നും മെഡ്രാസിൽ നിന്നും ഒക്കെ വന്ന് തറവാട്ടിൽ കിടക്ക പാർട്ടീസ്. ഇവൾക്കാണെങ്കിൽ അത് വിൽക്കാൻ വയ്യ. ജനിച്ച് വളർന്ന വീടിനോടുള്ള സെന്റിമെന്റ്സ്, പിന്നെ അവളുടെ അച്ഛനെയും അമ്മയും അടക്കിയതും ആ പുരയിടത്തില. അതിന് ആ ഷെയറും കൂടെ ഇങ്ങോട്ട് മേടിച്ചാ പോരെ? അതിന് അവളുടെ കയ്യിൽ ക്യാഷ് വേണ്ടേ? ഏതൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്, അതിനും ചില പ്രോബ്ലംസ്. നാളെ ഒരു പാർട്ടി വരുന്നുണ്ട് അഡ്വാൻസും കൊണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാ. വിലയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടത്രേ. അത് പറയാനാ ചിന്നേട്ടൻ വിളിച്ചത്. എന്ത് ചെയ്യും അറിയില്ല. അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആരാ വരണ പാർട്ടി? ഏതോ ഒരു സലാവുദ്ദീൻ. സലാവുദ്ദീനോ? അവൻ നമ്മുടെ ആളാണല്ലോ. എനിക്ക് കുറച്ചുകൂടെ ഒരു ടൈം തന്നിരുന്നെങ്കിൽ. പോട്ടെ, എന്താ ചെയ്യാ? നിക്ക്, ഞാൻ നോക്കട്ടെ. സലാവുദ്ദീനെ ഞാൻ ബ്ലോക്ക് ചെയ്യാം. നാളെ ഞാൻ അങ്ങോട്ട് വരാം. നീ മേടിക്കോ? നമുക്ക് നോക്കാടി. പത്മശ്രീ ആ വിഷയം വിട്ടേക്ക്. Rubbish. എന്താ വല്യേട്ടാ? എ ബാക്ക് ഹാൻഡ് അഗൈൻ? No, I was wondering what's wrong with that Salahuddin. വിലയുടെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറി ഇന്ന് അഡ്വാൻസ് തരാമെന്ന് ഉറപ്പിച്ചു പോയ ആള് രാവിലെ വിളിച്ച് ബാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാനിങ് തെറ്റി. ഗീത വിളിച്ചിട്ട് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ബാംഗ്ലൂരിലെ ബിൽഡേഴ്സ് ഇനി അവധി തരുമെന്ന് സംശയം. ജയാ ഫോണെന്നെടുത്തേ. പപ്പി, ഹലോ, യെസ്, അതെ, എന്താ കാര്യം? ആ, മൂന്നാമത്തെ വീട്. ആരാ പപ്പി? ഏതോ ഒരു ഫ്രാൻസിസ്. ഐ തിങ്ക് വീട് നോക്കാൻ വരുവാൻ തോന്നുന്നു. താങ്ക് ഗോഡ്. മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അവരുടെ കയ്യിൽ തന്നെ കാശുള്ളൂ. പപ്പി, ഫോർ ഗോഡ് സേക്ക്, വരുന്ന ആൾക്കാരുടെ അടുത്ത് നീ സംസാരിക്കാൻ വരണ്ട. അതെ, ഇത് മുടക്കാൻ ഒന്നും എഴുന്നള്ളിക്കാൻ വരല്ലേ പ്ലീസ്. ഇത്രയും കാലം ഞങ്ങൾ നീ പറഞ്ഞത് കേട്ടു. നിനക്ക് ഈ വീട് റീറ്റെയിൻ ചെയ്യണം, ഞങ്ങളുടെ ഷെയർ നീ തരാമെന്നും പറഞ്ഞു. നിനക്കതിന് കഴിഞ്ഞില്ലല്ലോ. അതിനെ കൊണ്ടുണ്ടായ ലോസ് ഒന്നും പറയാതിരിക്കുക ഭേദം. സമയത്തിന് വിറ്റാ കാശ് കിട്ടിയിരുന്നെങ്കില്. ഞാനൊന്നും പറയുന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അവര് വന്നു തോന്നുന്നു. ഓമന, എന്താടോ? പ്രാഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാവും പുള്ളി ഇത് ഡീൽ ചെയ്യാ? അട്ടയുടെ കണ്ണ് കണ്ടവൻ പറയും. അതാ കച്ചവടത്തിൽ പ്രാഞ്ചി. യു ജസ്റ്റ് ലീവ് ഇറ്റ് ടു ഹിം. ഹി നോസ് ഹൗ ടു പ്ലേ ദ കാർഡ്സ്. ഞാൻ ആകെ ടെൻസ്ഡാണ്. കൂൾ ബേബി, പേഷ്യൻസ് ഉണ്ട്. ഞാൻ വിളിക്കാം. ഹലോ, ഞാനാ. ഇത് എവിടെ പോയേ? ഞാനവിടെ ഇരുന്നാൽ അത് വേണ്ടാന്ന് തോന്നി. അത് ശരിയാവില്ല. ഒന്നിങ്ങോട്ട് വായോ. എന്നിട്ട് പത്മശ്രീയുടെ ഭാഗം വിൽക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് പറയാം. ബാക്കി കളി ഞാൻ കളിക്കും. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറയാവൂന്ന്. വില സലാവുദ്ദീൻ പറഞ്ഞ വില തന്നെ. വക്ക് പൊട്ടാണ്ടായ ക്യാഷ് ഞാൻ അങ്ങോട്ട് തരും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കൂട്ടുകുടുംബ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാനത് കുറെ ഡീൽ ചെയ്തിട്ടുള്ളതാ. ഇപ്പോ നമ്മളൊരു സ്ഥലം കണ്ട് വില ഉറപ്പിച്ചു, അഡ്വാൻസ് വീശു. അപ്പതാ വരുന്നു ഒരു പാർട്ടി എന്റെ ഭാഗം വിൽക്കണില്ല എന്ന് പറഞ്ഞ് ഒരു കോടാലി എടുത്ത് എറിയും ആ ഇടപാടിന്റെ ഉള്ളിലേക്ക്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വല്ലത് ഇവിടെ ഉണ്ടോ? അതാണ് എനിക്ക് ക്ലിയർ ആവണ്ടേ. എന്താ ഉതുപ്പെട്ട? അത് കറക്റ്റ്. അല്ല മേന്നെ, നിങ്ങളൊക്കെ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ്. ഇൻ ബിറ്റ്വീൻ എന്തുട്ടെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാ? Hey, it's our common decision. ഇല്ല, എന്റെ ഷെയർ വിൽക്കാൻ ഞാൻ റെഡിയല്ല. പപ്പി, ഇതാരത്? ആ ക്രാവിന്റെ പ്രശ്നം ഒന്ന് കേക്കണട്ടാ. ഞാൻ പറഞ്ഞോളൂ കോടാലി വന്നു. അവക്ക് അങ്ങനൊന്നുമില്ല. ആ കുട്ടി പറയട്ടെ മേന്നെ. കുട്ടിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ദാ കളഞ്ഞു പൂശാരിക്ക് അവിടെ. ഇപ്പൊ എന്ത് ചെയ്യും? മക്ക് പോവാടാ ബ്രാഞ്ചിയെ, അല്ലാതെ എന്തുട്ട നമ്മള് ചെയ്യാ? പ്ലീസ് പോവരുത്. പപ്പി, ഐ വാണ്ട് ടു ടോക്ക് ടു യു.
ആൾക്ക് എത്ര ഷെയർ ഉണ്ട്? 1/3, 1/3 എനിക്കും എന്റെ ബ്രദറിനും കൂടെ ഒരു ഷെയർ, പിന്നെ ചിന്നനും ജയിക്കും കൂടി മറ്റൊന്ന്. ഓക്കെ, അപ്പൊ മൊത്തം വില സലാഹുദ്ദീൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 3,75,00,000 ഉറുപ്പ്യ. അതിൽ ഇയാൾക്ക് 1,25,00,000 അവകാശമുണ്ട്. നിങ്ങളെ 4 പേരുടെയും കൂടി 2.5 കോടി ഞാൻ അങ്ങോട്ട് തരികയെന്ന് വെക്കുക. നിങ്ങൾ നിങ്ങളുടെ അവകാശം എനിക്ക് ഇങ്ങോട്ട് എഴുതി തരിക. പിന്നെ കളി ഞാനും കിടാവും തമ്മിലാവുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് മേടിച്ചിട്ട് ഇന്ത്യ വിട്ട് മദ്രാസ്കോ മൈസൂർക്കോ പെനാങ്കോ ഒക്കെ പോകാലോ മേനോമാരെ. ഐ റെഡി. എന്താ വലിയേട്ടാ? ഐ തിങ്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കതങ്ങ് ഫിക്സ് ചെയ്യാം. ഞാൻ റെഡിയാ. ഞാനും അതെ. അപ്പൊ യൂസഫേ, അതൊന്ന് എഴുതിക്കണം, എന്നിട്ട് കൊടുക്കാം. നീ ഒരു 1 സൈഡ് ചെക്ക് എഴുത്, അത് അഡ്വാൻസ്. ബാക്കി എഴുത്തൂത്ത് കഴിഞ്ഞിട്ട് കയ്യോടെ. ശരി. നമ്മളുടെ പേരെന്താന്ന് പറഞ്ഞേ? പത്മശ്രീ. ഹേയ്, സംഭവം പേരാണല്ലോ. നമുക്കൊന്ന് കാണണട്ടാ. നമ്മുടെ അൽസി നാളെ ലീവാട്ടാ. ദയ്യപ്പ, ഓ, അവളെ കുറിച്ചുള്ള നിന്റെ ഒരു അഭിപ്രായം എന്താ? വല്ലതും വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്ത് ചെയ്താലും നല്ല വൃത്തിയിലെ ചെയ്യൂ. അടുക്കളപ്പണിയപ്പോ വലിയ കാര്യം, വെച്ചുണ്ടാക്കാനൊക്കെ അവള് പഠിച്ചോളൂടാ. ഇനി എന്ന് പഠിക്കാനാ? ഇടയ്ക്ക് അവൾ എങ്ങടാ മുങ്ങണേന്നാ. പിന്നെ അവൾക്ക് ആ ഡ്രൈവർ സുബ്രനുമായിട്ട് ചില കുശുശുക്കളുണ്ട്. അവൻ ആള് വൃത്തിയോട്ടോനാ. നമ്മടെ സൂപ്പറിന്റെ ആ, കഴിഞ്ഞ ദിവസം അടുക്കളയെന്നൊരു ചിരിയും കളിയും ചെന്ന് നോക്കുമ്പോഴുണ്ട് അവള് കൈലിയും തെരത്ത് കയറ്റി നിന്ന് തേങ്ങ പൊതിക്കണു. ഒപ്പൊട്ടി അവനും ഓടിച്ചു ഞാൻ രണ്ടിനെ. നീ ഇപ്പൊ ആരുടെ കാര്യം പറഞ്ഞേ? ഇമ്മടെ ജോലിക്കാരി എൽസിയുടെ കാര്യം തന്നെയാ പറയണേ. പോത്ത്, ഞാൻ പത്മശ്രീയുടെ കാര്യടാ ചോദിച്ചേ. എന്താ നിന്റെ അഭിപ്രായം? എന്റെ കർത്താവേ, അത് ചന്ദനക്കോടല്ലേ? എനിക്ക് അവളോടൊന്ന് പറയണല്ലടാ, എനിക്ക് അവളെ ഇഷ്ടാണെന്ന്. എന്നാ വെച്ച് വഹിക്കണ്ടട്ടാ. ഈ കിടാവ് വരാൻ വേണ്ടി ലേറ്റ് ആയതാവും പ്രാഞ്ചേണ്ട കെട്ട്. എങ്ങനെ ചോദിക്കും? എന്റെ മുഖത്ത് നോക്കി റിഹേഴ്സൽ ഇടും. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോണെന്ന്. എന്റെ മുഖത്തിന്റെ ഗ്ലാമർ ഞാൻ മറക്കാട്ടാ. എന്നാ പിന്നെ റിഹേഴ്സൽ നോക്കല്ലേ? ഞാൻ റെഡിയാണ്ടാ, വന്നോളൂ. ഹേയ്, ഇതാരത്? ഞാനല്ലേ ജപ്പൻ. മനസ്സിലായടാ പോത്തെ. വരിക, ഇരിക്ക. പത്മശ്രീ കിട്ടാൻ വേണ്ടി സകല കളിയും കളിച്ച് കയ്യിലെ കാശും പോയി തോറ്റ് പാളീസായി നിൽക്കണ നേരത്താ ഞാൻ കുട്ടി ആദ്യമായിട്ട് കാണണേ. ജീവനിലൊരു പത്മശ്രീനെ എന്റെ മുന്നിലേക്ക് ഫ്രാൻസിസ് പുണ്യാളം കൊണ്ടു നിർത്തിയ പോലെ എനിക്ക് തോന്നണേ. അപ്പൊ ഞാനെന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒന്ന് തല ഉലിക്കാ മതി, ഡയലോഗ് വേണ്ട. ഒന്ന് വേഗം ആവണണ്ടാ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പൊ പറയൂ, എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇങ്ങനൊന്നും അല്ല പറയാൻ പോണേ. ഞാൻ നാളെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കും, എനിക്കൊരു ഫോട്ടോ തരുമോ? എന്തിനാന്ന് ചോദിച്ചാ ഞാൻ പറയൂടാ, കുറെ കാലം കഴിഞ്ഞിട്ട് മക്കളെ കാണിക്കാനാന്ന്. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ അമ്മ സമ്മതം മൂളിയ ദിവസം അവള് ദേ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇരുന്നെന്ന്. നേരം വെളുക്കട്ടാ, അവള് വരൂടയ്യപ്പ ഈ വീട്ടിലേക്കല്ല, എന്റെ ജീവിതത്തിലേക്ക് അവള് വരും. ഒരു കാറ് വരുന്നുണ്ട്. പറഞ്ഞ സമയം വെച്ച് നോക്കാ ചമ്മടെ മാറ്റി തന്നെയാ. നീയൊന്ന് ഉള്ളിലേക്ക് പോയേ. ഓക്കെ ഓക്കെ.
ഇരിക്കെ. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. ഓമന് കാർ അയച്ചു. ആദ്യം അവള് ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞേ. പിന്നെന്തോ അവള് പ്രോഗ്രാം മാറ്റി. അത് നന്നായി. എനിക്ക് ആരും കാണാണ്ട് ഒരു കാര്യം പറയണ്ടായിരുന്നു. പറയൂ. അത് എന്താ ബ്രാഞ്ചിട്ട് ഒരു പരിങ്ങല്? ഇങ്ങോട്ട് പോരട്ടേന്ന്. അല്ല, അത് ഒന്നുമില്ലേ, നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം. ഓ, അതാണോ? എന്താ എന്റെ കസിൻസിന് പ്രാഞ്ചേട്ടൻ കൊടുത്ത 2.5 ക്രോസിന് എന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ചെക്ക്. പിന്നെ ഞാൻ അത്രയും എമൗണ്ട് പ്രാഞ്ചേട്ടന് തരാനുണ്ട് എന്നത് ഒരു ബോണ്ട് പേപ്പറിൽ എഴുതി ഞാൻ സൈൻ ചെയ്തത്. ഓരോ റപ്പ്. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, പക്ഷെ അവരുടെ ഷെയർ പ്രാഞ്ചേട്ടൻ എഴുതി വാങ്ങിയിട്ട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ടല്ലേ. ആ കടം ഞാൻ വീട്ടും വരെ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഇത് കൈവെക്കണം. തരക്കേടില്ലല്ലോ. റിയൽ എസ്റ്റേറ്റിൽ ഞാൻ കളിക്കാത്ത കളിയില്ല പത്മശ്രീ. ആളുകളെ കിഡ്നിയുടെ അവകാശം വരെ ഞാൻ എഴുതി മേടിക്കും. ഇത് പക്ഷേ നമ്മൾ തമ്മിലത് ആവശ്യമില്ലട്ടാ. വേണം പ്രാഞ്ചേട്ടാ. ഞാനിന്ന് ബോംബെക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്രാഷ് ആയാലും പ്രാഞ്ചേട്ടന്റെ പണം പ്രാഞ്ചേട്ടന് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു തെളിവ് വേണ്ടേ? അതിനാ ഇത്. പിടി. ആർക്കിടെക്ട് തരുൺ മിശ്ര. അങ്ങനൊരു ചീങ്കണി ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫില്. പച്ചയ്ക്ക് പറഞ്ഞ നമ്മുടെ കാൽമുഖൻ. കൊറേ കാലം ഞങ്ങൾ കാൽമിച്ച്. കല്യാണം കഴിക്കണേന് മുമ്പ് 2 കൂട്ടർക്കും സ്വന്തമായിട്ട് കിടപ്പാടെന്നൊരാഗ്രഹം ഉണ്ടായി. എന്റെ അമ്മ തന്നതും ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതും എന്തിന്? കാതിലെ കമ്മലും പാദസരം വരെ വിറ്റ് ഞാനും ആ അറുമുഖനും കൂടി 50-50 ആയിട്ടൊരു ഫ്ലാറ്റ് വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കഴുത മോറിന്റെ റിയൽ കളർ കണ്ടത്. ഒരു തരത്തിലും കൂടെ പൊറപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ നീട്ടി ഒരു ഗുഡ് ബൈയാ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാ, പിരിഞ്ഞതിന്റെ ദേഷ്യം കൊണ്ട് ഇപ്പൊ ആ ഫ്ലാറ്റ് വെക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. 2 പേരുടെയും പേരിൽ വാങ്ങിച്ചതല്ലേ, വിൽക്കണമെങ്കിൽ അവന്റെ സമ്മതം വേണമല്ലോ. എന്താ ചെയ്യാ, തിന്നുകയില്ല തീറ്റിക്കയില്ല. തൊഴുത്തി കെട്ടിയ ഡോഗ്. ഇത്തവണത്തെ ബോംബെ യാത്ര അവന്റെ 6ാം വരിക്ക് പിച്ചാത്തി വെച്ചിട്ട് പറയാനാ, ഡാ പിപ്പിടി കാണിക്കല്ലേടാന്ന്. ഫ്ലാറ്റ് വിറ്റാ ഞാൻ പ്രാഞ്ചേട്ടന്റെ കടം വക്കൊടിയേണ്ട ഫുള്ളായിട്ട് വീട്ടും. ഇൻവെസ്റ്റ്മെന്റിന്റെ 6 ഇരട്ടിയാ ഇപ്പൊ പറയണ വില. വാങ്ങാൻ ആളുണ്ട്. ചെറമ്മ ലീനാശുവിന്റെ മോന് ഈ മുദ്രക്കടലാസും ചെക്ക്ലീഫും വേണ്ട. ഈ മേനോത്തിന് എനിക്ക് വിശ്വാസ. ഒരു വലിയ നന്ദി നിങ്ങളോട് പറയാനുണ്ട്. പണം തന്നെ എന്നെ സഹായിച്ചതിനല്ല, നിങ്ങൾ എന്നോട് 2 വാക്കിൽ പ്രപ്പോസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട്. എനിക്കിഷ്ടമാണ് നിന്നെ എന്നോ മറ്റോ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ബോറാകുമായിരുന്നെന്നറിയോ. ഒരു പുരുഷൻ തന്ന ടോർച്ചർ തന്നെ മതി ഈ ജീവിതം മുഴുവൻ ഓർത്ത് കരയാൻ. ഞാൻ ഇറങ്ങട്ടെ. ഇനി പറയാൻ തുടങ്ങിയ ബോറാവും. ബൈ. ഏപ്പേട്ടാ പോട്ടെ. അല്ല, പ്രാഞ്ചേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ, അതാ പ്രോപ്പർട്ടിയുടെ കാര്യം അല്ലേ? അല്ല. പിന്നെ അത് ഇങ്ങ് പോരട്ടെ. അതേന്ന് ഇങ്ങ് പോരട്ടെ. ഇനി ഞാൻ മറച്ചു വെക്കണില്ലേ. അന്ന് പിന്നിൽ നിന്ന് ചവിട്ടിയത് ഈയപ്പനല്ല, ഞാനാ. അതാണോ? അതെനിക്ക് അന്നേ അറിയായിരുന്നു. വരട്ടെ. ഒന്ന് മോഹിപ്പിച്ചിട്ട് അവളാ പോയി. ഞാനൊന്നും കൂടി ഒതുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ. താങ്ക് യു. അങ്ങനെ ഇരിക്കുമ്പോഴാ ആന്റിമാഷ വീട്ടിലേക്കൊന്ന് പോയെ. അതൊരു ടേണിംഗ് ആയിട്ടാ.
അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളികൾ പൂവിടിയുന്നു, അവ പരിമളം പരത്തുന്നു, എഴുന്നേൽക്കു എന്റെ പ്രിയെ, എന്റെ സുന്ദരി വന്നാലും. പാറയുടെ പിളർപ്പിലും ചെങ്കുത്തായ മലയുടെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരവും നിന്റെ മുഖം മനോജ്ഞവുമല്ലോ. ഏയ്, മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ബൈബിള് തുറന്ന ദാ കിടക്കുന്നു അവിടെ ലവ് സ്റ്റോറി. സാറച്ചെടുത്തിയോ? അവള് ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോയിരിക്കുക. എന്താ വിശേഷം? നമ്മള് ഈ സ്കൂളിലെ കാര്യങ്ങളോ മറ്റു ടെൻഷനൊന്നും അവളടുത്ത് പറയാറില്ല. പറഞ്ഞ അപ്പ പള്ളിയിലേക്കാ ഓടും. പിന്നെ മുട്ടുകാലിലെ തൊലി പോണവരെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാ. അവൾക്കാണെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറും ഷുഗറും പോരാത്തതിന് ശ്വാസം മുട്ടും. സ്കൂളിൽ ഇപ്പൊ എന്തൊരു ടെൻഷൻ? ഒന്നും പറയണ്ട സ്റ്റാ. 5 കൊല്ലം മുമ്പാ ഞാൻ അച്ഛമ്മായിട്ട് ജോയിൻ ചെയ്യണേ. അന്നുമ്പളെ കാര്യമായിട്ടൊരു സ്കൂള് 100% തോൽവിയിലാ നിക്കണേ. ഹലോ, അത് പോയി. 100% തോൽവിയിലാ നിക്കണേ. ഞാനും ടീച്ചർമാരും മരണ കളി കളിച്ചിട്ടാ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നേ. കഴിഞ്ഞ പ്രാവശ്യം 90% വിജയത്തിലെത്തി. ഇപ്രാവശ്യം എന്റെ റിട്ടയർമെന്റും 100% വിജയം. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങണമെന്ന എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്തിട്ടാ പറ്റിയേ? അത് നടക്കില്ലടോ. ഒറ്റൊരുത്തൻ മാത്രം തോൽക്കും. അവനൊന്ന് നേരെയായി കിട്ടാൻ വേണ്ടിയാ സാറ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോയിക്കണേ. ഏയ്, അത് ആരെയും ഒരുത്തൻ അവനെ കൂടെ നേരെയാക്കാൻ പറ്റില്ലേ? എവിടെ? പല പണി ഞങ്ങൾ എടുത്തു നോക്കി. വഴക്ക് പറയണേനും തല്ലണേനൊക്കെ ഒരു കണക്കില്ല സ്റ്റാ. നിന്റെ ചായ തണുത്ത് കൂട്ടാ. ഈ പറഞ്ഞ കിടാവിനെ എനിക്കൊന്ന് കാണണല്ലോ. മാഷ് അവന്റെ പേരൻസിനോട് സ്കൂളിലേക്ക് വരാൻ പറ. ഞാനും വരാം. നിങ്ങൾ മാഷന്മാരുടെ ബുദ്ധിയിൽ വരാത്ത ഞങ്ങളെ ബിസിനസ്സുകാരുടെ ബുദ്ധിയിൽ വരേ. പലയിടത്തായിട്ട് പലവട്ടം തോൽവികളെ ഏറ്റുവാങ്ങിയ ഒരു പാവം ചന്തു നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി നടന്നൊരു കൂട്ടത്തിൽ തോറ്റു. നോക്കട്ടെ എന്നെ കൊണ്ട് ഒരുത്തനെ ജയിപ്പിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. നീ അവനെ കണ്ടിട്ടുണ്ട്, ഓർക്കണില്ലേ? ഹൈ, ഒരു ദിവസം നിന്റെ കാറിന്റെ മുകളിൽ എന്താ കുത്തി വരച്ചു എന്നും പറഞ്ഞിട്ട് പിടിച്ചേ. അതാണോ മുതല്? അതന്നെ. അവന്റെ ക്ലാസ് ടീച്ചർ അടക്കം എല്ലാവരും പറയണത് ഇന്റലിജന്റ് ആയ കുട്ടിയാണെന്നാ. പക്ഷെ കൃത്യമായിട്ട് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. ക്ലാസ് ടെസ്റ്റിലാണെങ്കിൽ അവന് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ കോറി വരച്ചിട്ടാണ്ട് പോകും. ഒരനുസരണക്കേട്. അതാ അവന്റെ ഒരു ലൈൻ. ആ വാടോ വാ. പോളി. തനിക്ക് എന്താ പണി? ഓട്ടോറിക്ഷ ഓടിക്കുക നമ്മുടെ കോട്ടാമ. അവനെ പറ്റിയുള്ള കംപ്ലൈന്റ്സ് ഒന്നും താൻ അറിയണില്ലേ? സ്കൂളിൽ പോണത് പഠിക്കാനാന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇവൻ പറഞ്ഞ കേക്കണ്ട സാറേ. ഞാനും ഇവളും പറഞ്ഞു തോറ്റു. സ്കൂള് വിട്ടു വന്നവൻ എന്തുട്ടല് പുസ്തകം എടുത്തു വെച്ച് വായിക്കേണ്ട നോക്കാറുണ്ടോ? 10ാം ക്ലാസ് കടന്ന് കിട്ടുന്നവരെ തന്തേം തള്ളേം പഠിക്കടാന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ടി വരും. അതിപ്പോ 4-5 മാസമായി സാറേ കറണ്ട് കണക്ഷൻ കട്ടായിട്ട്. ഞാൻ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെക്ക എവിടെങ്കിലും ചുരുണ്ടാവും. പിന്നെ ഒരു നാട്ടുകടപ്പല്ല വെച്ചിട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണമെന്നുള്ളോ. ഇതാ കഴിഞ്ഞ എന്തുട്ടെങ്കിലും പഠിക്കാൻ വിടണം. അതെന്നെ കുഴപ്പം. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പനും അമ്മയും വേണ്ട വെച്ചിരിക്ക. അതെ, ഇവനെ കുറി എന്നെ SLC പാസ്സാക്കണം. അത് ഞാനും ആന്റി മാഷും കൂടെ എടുത്തിരിക്കുന്ന തീരുമാന. ഇവൻ ഒറ്റരുത്തനെ ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് തോക്കാൻ ചാൻസ് ഇല്ലെന്നാ മാഷന്മാര് പറയണേ. അതേതായാലും ശരിയാവില്ല. എന്തര പോളി? അത് സാറാവും പഠിക്കണം, പാസ്സാവണം, ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് ആവുന്നില്ല. ഇവിടെ പഠിക്കണ മിക്കവാറും കുട്ടികളുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാ. എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിട്ട് മക്കളെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു കാര്യം പറയാം. പരീക്ഷ കഴിയണവരെ ഇവൻ എന്റെ വീട്ടിൽ നിന്നോട്ടെ. സൗകര്യങ്ങളുടെ കുറവുണ്ടാവും, പാസ്സാവണ്ടിരിക്കണ്ട. ഓ, അത് വലിയ ബുദ്ധിമുട്ടാവില്ല സാർ? എന്റെ ബുദ്ധിമുട്ട് താൻ നോക്കണ്ട. അവന് കെടുക്കാനൊരു റൂമും ടൈമിന് ഫുഡും അതവിടെ ഉണ്ടാവും. എന്താ പോളി? ഞാൻ വരില്ല, എനിക്ക് പഠിക്കണ്ട. അത് നിന്റെ തീരുമാനം. അത് തന്നെ നടക്കണം. നീ വാശി പിടിക്കരുത്. ഈ കൊല്ലം നിന്റെ സ്കൂളിലെ ഹെഡ് മാഷ ആന്റി മാഷ റിട്ടയർ ചെയ്യാ. അത് കാര്യട്ട സ്കൂളിന് 100% റിസൾട്ട് നേടിക്കൊടുത്തിട്ടാവണമെന്ന് മാഷ്ക്കൊരു ആഗ്രഹമുണ്ട്. അത് നമ്മള് സഹായിച്ചു കൊടുക്കണ്ട പോളി. ഞാൻ കൊണ്ടുവന്നേക്കാം സാറേ. നാളെ തന്നെ ആയിക്കോട്ടെ. അപ്പനെയും അമ്മനെയും കാണാൻ തോന്നുമ്പോ നിനക്ക് അങ്ങോട്ട് പോവാ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം. മാഷെ, പോളി കാരണം നിങ്ങളുടെ 100% 99 ആവില്ല. അത് മതി.
വർഗീസ്, ഇപ്പോഴത്തെ കാലത്ത് ആരും ചെയ്യണ കാര്യമില്ല ഇതൊന്നും. നീ ആ ചെക്കനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നാളെ തന്നെ പ്രാഞ്ചേട്ടന്റെ വീട്ടിലേക്ക് കിട്ടോ. പോളി, ഈ SLC എന്ന് പറയുന്ന സാധനം ഞാനും പാസ്സായിട്ടില്ല. നമ്മള് ജയിക്കാത്തടത്ത് വേറൊരാള് ജയിക്കാൻ നമ്മള് കാരണമാവണതും നമ്മുടെ ജയം തന്നെയാ. എങ്ങനെയുണ്ട് മാഷേ ഡയലോഗ്? ഇത് ബുക്കിലൊന്നും വായിച്ചാലട്ടാ, എന്റെ സ്വന്താ. അതെ, അവനെ മനസ്സിലായിട്ട് തന്നെയാ ആ കോമ്പസ് കൊണ്ടുവന്ന കാറിലെ ആ ചക്കൻ തന്നെയാ അത്. അവൻ കോമ്പസ് കൊണ്ട് കാറിൽ പോറില്ലേ ഉള്ളൂ. ഇതേ സ്കൂളിൽ 10ൽ പഠിക്കുമ്പോ ഞാൻ കോമ്പസ് കൊണ്ട് പോറിയതേ കണക്ക് മാഷ ചന്തിക്ക. നീ വണ്ടി എടുക്കണ സുബ്ര. പോളി അങ്ങനെ വീട്ടിൽ വന്നു. കുറച്ചു ദിവസം കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവനെ ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ എന്നെ വേണമെന്ന്. അങ്ങനെ ഒരു ട്യൂഷൻ മാഷ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മേന്റെ കാര്യം ഓർമ്മ വന്നേ. ആ ചീങ്കടനെ കണ്ടിട്ട് കാലം കുറെ ആയേ. നല്ല ആശ്രയ പ്രാഞ്ചേട്ടാ, നമ്മുടെ അമ്പാട്ട മേനെ കണ്ട നീ പോയല്ലോ. ഓ, ഹലോ, ഞാനാടോ. പറ. തന്നെ ഒന്ന് കാണണല്ലോ. ഞാൻ സ്ഥലത്തില്ല. ഉള്ള സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാ. എവിടേക്കാ? ദുബായിക്കാ? ഒരാളെ യാത്ര അയക്കാൻ വന്നതാ. എയർപോർട്ടിൽ എന്താ ഓട്ടോറിക്ഷയുടെ ശബ്ദം? അത് ഓട്ടോറിക്ഷയല്ലേ, ഒരു ചെറിയ ഹെലികോപ്റ്റർ പാസ് ചെയ്തതാ. തന്നെ ഒന്ന് കാണാൻ കിട്ടണില്ലല്ലോ. കണ്ടതൊക്കെ മതിടോ. തന്റെ ഒരു സഹായം വേണല്ലോ. സഹായിക്കല് നിർത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എപ്പോഴാ നെടുമ്പാശ്ശേരിന്ന് വരണേ? നെടുമ്പാശ്ശേരിന്ന് ഇനി വരുന്നില്ല. എയർപോർട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തീരുമാനിച്ചു. നീ ഫോൺ വെച്ചേ. മനുഷ്യനെ ഇടിച്ച് സൂപ്പാക്കിയിട്ട് ഇപ്പൊ സഹായിക്കണത്ര. ഞാൻ ഇതാണോ നെടുമ്പാശ്ശേരി? അവിടെ ഇതാ നെടുമ്പാശ്ശേരി. ഡോ, ഞാൻ ജയിക്കാനായിട്ടൊരു കളിക്കിറങ്ങിയിട്ടുണ്ട്. അതില് തന്റെ സപ്പോർട്ട് വേണം എനിക്ക്. ഞാനുണ്ടോ നിന്റെ കൂടെ?